റാഗിയുടെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് വറുത്ത റാഗിയുടെ പുട്ട് കൂടി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. 2-3 മിനിറ്റ് ചൂടാക്കുക, വറുത്തതാണെങ്കിലും. ഈ സമയത്ത് ഒരു അരക്കപ്പ് നല്ല തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടേ അതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നനഞ്ഞ് നമ്മൾ പത്തിരിപ്പൊടി പോലെ വേണ്ടാക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇത്രയായാൽ മതി. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് അങ്ങനെ വയ്ക്കുക കേട്ടോ. ഇത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടാ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിയിൽ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് നിറഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ പിടുത്തം കിട്ടാൻ വേണം. പൊടിച്ചിടുമ്പോൾ പൊടിയും വേണം, അങ്ങനെയല്ലേ പറയാം. പിന്നെ ഇത് അരിപ്പൊടിയല്ലല്ലോ, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ വെള്ളം ഒഴിക്കാനും മാത്രം. ഇപ്പോൾ ഇത് കറക്റ്റ് പരിപാടിക്കുന്നു കേട്ടോ. ഞാനിന്നേ ഇടിച്ചെമ്പിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്നാവും ചെയ്യുമല്ലോ. അപ്പോൾ അത് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു. അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം തേങ്ങ കേട്ടോ. ഇനി ബാക്കിയുള്ള പൊടി ഇട്ടു. പിന്നെ തേങ്ങ. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി പെട്ടെന്ന് കഴിയും. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കട്ടോ. അധികം ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്തായി നോക്കട്ടെ. വേവിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കാനാണ് കൂടുതൽ നല്ലത് തോന്നുന്നു. കാരണം പെട്ടെന്ന് പണി കഴിയും, ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ പിടിച്ചിട്ട് പുട്ട് കഴിക്കില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാക്കാം. ഇത് നല്ലപോലെ ആവി കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കണം, അത്രയും കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ അരിപ്പുട്ടും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴേ നമുക്ക് വെന്തോ നോക്കാനൊക്കെ എളുപ്പം. പിന്നെ ചൂടുണ്ടാ. പിന്നെ എന്താ പറയുക, എന്തായാലും ഇത് നല്ലൊരു പണ്ടുള്ളൊരു കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെ പുട്ട് റെഡി ഉണ്ടാവും കേട്ടോ. അല്ലല്ലേ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നല്ലപോലെ ആയി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വിചാരിക്കണം, കണ്ടില്ലേ. ഓഫ് ചെയ്തു, അടച്ചു വയ്ക്കാം. ഇനി ചൂടോടെ തന്നെ കഴിക്കണം.